മദ്രസ സമയമാറ്റമാണല്ലോ ചൂടുള്ള ചർച്ച. പുതിയ കാലത്ത് അത്രക്കും ചർച്ച ചെയ്യണോ ഇതൊക്കെ എന്ന് പറയുന്നവരോട് ഒരല്പം മദ്രസകൾ നമുക്കൊന്ന് അറിഞ്ഞാലോ. മതമൂല്യങ്ങളുടെയും സാമൂഹ്യ അച്ചടക്കത്തിൻ്റെയും പരിശീലന കേന്ദ്രങ്ങളാണ് മദ്രസകൾ. ഒരു നല്ല മുസ്ലിം അഥവാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയെ വാർത്തെടുക്കുക എന്നതാണ് മദ്രസയുടെ ലക്ഷ്യം. വിജ്ഞാനത്തിൻ്റെ സ്വാംശീകരണവും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഫോർമേഷനും നല്ല സ്കില്ലുകളും അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ള ഒരാളെ പരിശീലിപ്പിക്കുക എന്നതാണ് മദ്രസകൾ നടന്നു വരുന്നത്. ഇതിനാവശ്യമായ വ്യവസ്ഥാപിത പാഠ്യപദ്ധതിയും പാഠ്യക്രമവും പാഠപുസ്തകവും രീതിശാസ്ത്രവും മൂല്യനിർണ്ണയ മോണിറ്ററിംഗ് സംവിധാനവും അടങ്ങിയ സിസ്റ്റമാണിതൊക്കെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂല്യവിദ്യാഭ്യാസം നിർബന്ധമാണ്. പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്കേ ഇസ്ലാമിക സമൂഹത്തിൽ മുടങ്ങാതെ ഈ വിദ്യാഭ്യാസ പ്രക്രിയ നിലനിന്നു പോരുന്നുണ്ട്. മുസ്ലിം സമൂഹത്തെ സാക്ഷരരായി നിലനിർത്തുന്നതിലും സംസ്കരിക്കുന്നതിലും സാമൂഹ്യ മാനസിക പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലും പ്രാപ്തരാക്കുന്നത് മദ്രസ വിദ്യാഭ്യാസം വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ബാധ്യത പോലെ ഏറ്റെടുത്ത് മുസ്ലിം സമുദായം ഈ വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പുതിയ കാലത്ത് മാനവരാശി വലിയ മൂല്യച്യുതിയെ അഭിമുഖീകരിക്കുകയാണ്. ഇത് എല്ലാ സമുദായങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ലിബറലിസം, ജെൻഡർ ന്യൂട്രൽ സമീപനം, ഫെമിനിസം, റാഷണലിസം, പുതിയ മീഡിയ സംസ്കാരം, സിനിമ, മൂല്യ മാതൃകകളുടെ അഭാവം, ശരിയായ മൂല്യവിദ്യാഭ്യാസത്തിന് അഭാവം, വർഗീയത തുടങ്ങി നിരവധി ഘടകങ്ങളുടെ സ്വാധീനം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കേവലം മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്നല്ല പറഞ്ഞു വരുന്നത്. മൂല്യാധിഷ്ഠിത വിജ്ഞാനത്തിലൂടെ ഒരു പരിധിയെങ്കിലും അധാർമികതകളെ തടയിടാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. മദ്രസകൾ നിർവഹിക്കുന്നത് മഹത്തായ രാജ്യസേവനമാണ്. അച്ചടക്കമുള്ള പൗരന്മാരാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നിയമങ്ങളനുസരിച്ച് ധർമ്മനിഷ്ഠരായി ജീവിക്കുന്ന തലമുറയെ വളർത്തിയെടുക്കുകയാണ് മദ്രസകൾ. രാജ്യത്ത് സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാക്കി ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിച്ച് രാജ്യത്തിൻ്റെ വളർച്ച സാധ്യമാക്കാൻ ഈ സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. രാജ്യത്തെ മുസ്ലിം സമൂഹത്തെയും മറ്റുള്ളവരെയും താരതമ്യം ചെയ്താൽ മദ്രസകൾ ചെയ്യുന്ന മഹത്തായ സേവനം മനസ്സിലാക്കാൻ കഴിയും. ജനസാംഖ്യാനുപാതികമായി നോക്കിയാൽ കുറ്റകൃത്യങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ പിറകിലാണ്. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലാണ്. എല്ലാ സമുദായ അംഗങ്ങൾക്കും ഇതിന് പ്രയോജനം ലഭിക്കുന്നുമുണ്ട്. ആത്മഹത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നതും മുസ്ലിങ്ങളാണ്. വൃദ്ധസദനങ്ങളിൽ എത്തുന്നവരിൽ മുസ്ലിം സമൂഹത്തിലുള്ളവർ നാമമാത്രമാണ്. മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന മൂല്യവൽക്കരണത്തിൻ്റെ ഫലമാണിതെല്ലാം. പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നിലവിൽ പോലും മദ്രസ വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന സമയം വളരെ കുറയുന്നു എന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഇതിനിടയിലാണ് ഉള്ള സമയവും കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ നിലവാരക്കുറവ് കാരണം കുട്ടികൾ സ്കൂൾ സമയത്തിന് മുമ്പും ശേഷവും ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നതും സമയക്കുറവിന് പ്രധാന കാരണമാണ്. പരീക്ഷകളിലുള്ള വിജയപരാജയമോ വാരിക്കൂട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ നോക്കി ഭാവിയിലെ ജോലി സാധ്യതകളുള്ള ആശങ്കയോ അല്ല വേണ്ടത്. സംസ്കാര സമ്പന്നതയുടെ ഒരു തലമുറയാണ്. നന്മയും തിന്മയും വേറിട്ട് കണ്ട് നല്ലതിനെ ചേർത്തി നിർത്തുന്ന നല്ല സമൂഹത്തെയാണ്. അവർക്കാണ് ഈ ലോകത്ത് അടയാളങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുക. ഓൾ ദി ബെസ്റ്റ്.